ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ മക്കളുടെ മാത്സിലെ 7th യൂണിറ്റ് ആണ്. എമംഗ് ഫ്രണ്ട്സ് എന്നാണ് കേട്ടോ ഈ ചാപ്റ്ററിൻ്റെ പേര്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതിൻ്റെ മലയാളം മീഡിയം ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ചങ്ങാതിക്കൂട്ടം എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ അത് ആവശ്യമുള്ള കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക. ഓറഞ്ച് ഡിസ്ട്രിബ്യൂഷൻ. The teacher came with some oranges. ടീച്ചർ കുറച്ച് ഓറഞ്ചുകളുമായിട്ടാണ് ക്ലാസ്സിലേക്ക് വന്നത്. ടീച്ചർ gave 2 oranges each to 5 children on the bench on her left. ടീച്ചറുടെ ലെഫ്റ്റ് സൈഡിലുള്ള ബെഞ്ചിൽ 5 കുട്ടികളാണല്ലേ ഉള്ളത്. നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം 5 കുട്ടികളുണ്ട്. അവർ ഓരോരുത്തർക്കും ടീച്ചർ 2 ഓറഞ്ച് വീതം കൊടുത്തു. അതായത് നമ്മൾ 5 ഗ്രൂപ്പ്സ് ഓഫ് 2 ആണ് നോക്കുന്നത്. 5 കുട്ടികളുണ്ട്. നമ്മൾ ഓരോ റൗണ്ട് വരച്ചു കൊടുക്കുകയാണ്. അവർക്ക് ഓരോരുത്തർക്കും 2 ഓറഞ്ച് വീതം കൊടുത്തു. ഹൗ മെനി ഓറഞ്ചസ് ഡിഡ് ഷീ ഗിവ് ഇൻ ഓൾ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര കൊടുത്തു? ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. അല്ലെങ്കിൽ 5 ടൈംസ് നമ്മൾ ഈ 2 എന്താ പറയുക ആഡ് ചെയ്ത് നോക്കുക. 2 + 2 + 2 + 2 + 2 = 10 ആണ്. Then she gave 2 oranges to 4 students sitting on the bench on her right. അതിനുശേഷം ടീച്ചറുടെ റൈറ്റ് സൈഡിലുള്ള 4 കുട്ടികൾക്ക്, ആ ബെഞ്ചിൽ 4 കുട്ടികളാണുള്ളത്, ആ 4 കുട്ടികൾക്ക് 2 ഓറഞ്ച് വീതം കൊടുത്തു. അതായത് 4 ഗ്രൂപ്പ്സ് ഓഫ് 2, 4 ഗ്രൂപ്പ്സ് ഓഫ് 2 എന്നാണ് പറയുന്നത്. 4 ഗ്രൂപ്പുകളാക്കി അവർ ഓരോരുത്തർക്കും 2 ഓറഞ്ച് വീതം കൊടുത്തു. ഹൗ മെനി ഓറഞ്ചസ് ഇൻ ഓൾ? ടോട്ടൽ എത്ര ഓറഞ്ചായി ആ കുട്ടികൾക്ക്? 4 ടൈംസ് നമ്മൾ 2 ആഡ് ചെയ്ത് നോക്കേണ്ടി വരും. 2 + 2 + 2 + 2 = 8 ആണ്. How many oranges did she give in all to children on both the front benches? അങ്ങനെയാണെങ്കിൽ മുന്നിലുള്ള 2 ബെഞ്ചിനും കൂടെ ടോട്ടൽ ടീച്ചർ എത്ര ഓറഞ്ച് കൊടുത്തു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ 5 കുട്ടികൾക്കാണ് 2 എണ്ണം വീതം കൊടുത്തത്. റൈറ്റ് സൈഡിൽ 4 കുട്ടികൾക്ക് 2 എണ്ണം വീതം കൊടുത്തു. 5 + 4 9. സോ ടോട്ടൽ 9 സ്റ്റുഡൻസിനാണ് 2 ഓറഞ്ചസ് വീതം കൊടുത്തത്. അപ്പോൾ നമ്മൾ 9 ടൈംസ് 2 ആഡ് ചെയ്ത് പോകേണ്ടി വരും. അതായത് 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 = 18 ആണ് ആൻസർ. ഹൗ മെനി ഓറഞ്ചസ് ഷീ ഗേവ് ഔട്ട് ഫസ്റ്റ്? നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ടീച്ചർ എത്ര ഓറഞ്ച് കൊടുത്തു? 2 + 2 + 2 + 2 + 2 5 സ്റ്റുഡൻസിനാണ് കൊടുത്തത് അല്ലേ. അപ്പോൾ 5 ടൈംസ് നമ്മൾ 2 ആഡ് ചെയ്ത് നോക്കി, = 10 ആണ്. അതായത് 5 സെറ്റ്സ് ഓഫ് 2, 5 ഗ്രൂപ്പ്സ് ഓഫ് 2 എന്ന് പറയുന്നത് പോലെ തന്നെ 5 സെറ്റ്സ് ഓഫ് 2, 2ന്റെ 5 സെറ്റുകൾ, അല്ലെങ്കിൽ 5 ടൈംസ് 2, 5 തവണ 2 കൊടുത്തു എന്നും പറയാം. ദിസ് ഇസ് റിട്ടൺ ആസ് 5 × 2. ഇത് മൾട്ടിപ്ലിക്കേഷന്റെ ഭാഷയിൽ നമുക്ക് 5 × 2 അല്ലെങ്കിൽ 5 × 2 എന്ന് പറയാം. 5 ടൈംസ് 2 മീൻസ് 5 × 2 = 10. അപ്പോൾ നമ്മൾ 5 ടൈംസ് 2 എന്ന് പറയുന്നതും അല്ലെങ്കിൽ 5 സെറ്റ്സ് ഓഫ് 2 എന്ന് പറയുന്നതും 2 + 2 + 2 + 2 + 2 + 2 5 ടൈംസ് 2 ആഡ് ചെയ്യുന്നതും 5 × 2 എന്ന് പറയുന്നതും എല്ലാം എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. ഹൗ മെനി ഷീ ഗേവ് ഔട്ട് നെക്സ്റ്റ്? ഇനി അടുത്തതായിട്ട് എന്താ കൊടുത്തത്? റൈറ്റ് സൈഡിലുള്ള 4 കുട്ടികൾക്കാണല്ലേ കൊടുത്തത്. 2 + 2 + 2 + 2 = 8. 4 ടൈംസ് നമ്മൾ 2 ആഡ് ചെയ്തു. അല്ലെങ്കിൽ 4 സെറ്റ്സ് ഓഫ് 2 ആണ് എന്ന് പറയാം. 4 ഗ്രൂപ്പുകൾക്കല്ലേ കൊടുത്തത്. അപ്പോൾ നമുക്കതിനെ 4 സെറ്റ്സ് ഓഫ് 2 ആണെന്ന് പറയാം. അല്ലെങ്കിൽ 4 ടൈംസ് 2, 4 തവണ 2 ആണെന്ന് നമുക്ക് പറയാം. ദിസ് ഈസ് റിട്ടൺ ആസ്, ഇത് നമുക്ക് എങ്ങനെ എഴുതാം? മൾട്ടിപ്ലിക്കേഷന്റെ ഭാഷയിൽ 4 × 2 എന്ന് എഴുതാം. 4 ടൈംസ് 2 മീൻസ് 4 × 2 = 8 ആണ്. അപ്പോൾ 4 ടൈംസ് നമ്മൾ 2 ആഡ് ചെയ്യുന്നതും 4 സെറ്റ്സ് ഓഫ് 2 ചെയ്യുന്നതും 4 × 2 ചെയ്യുന്നതും ഒക്കെ എന്താണ്? ഉത്തരം 8 തന്നെയാണ്. ഹൗ മെനി ഷീ ഗേവ് ഇൻ ഓൾ? ടോട്ടൽ എത്ര കൊടുത്തു? നമ്മൾ പറഞ്ഞു 9 ആണ് കൊടുത്തത്. 9 കുട്ടികൾക്കാണ് 2 വീതം കൊടുത്തത്. അപ്പോൾ നമ്മൾ 9 ടൈംസ് 2 ആഡ് ചെയ്യുക, = 18 ആണ്. ഇതിനെ നമുക്ക് 9 സെറ്റ്സ് ഓഫ് 2 എന്ന് പറയാം. 9ന്റെ 9 സെറ്റുകൾ വീതം, 2ന്റെ 9 സെറ്റുകൾ വീതം. പിന്നെ 9 ടൈംസ് 2, 2നെ നമ്മൾ 9 ടൈംസ് ആഡ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് 9 ടൈംസ് 2 എന്ന് പറയുന്നത്. ദിസ് ഈസ് റിട്ടൺ ആസ് 9 × 2. 9 ടൈംസ് 2 = 9 × 2 = 18 ആണ് ആൻസർ. ടീച്ചർ പുട്ട് സം മോർ സെറ്റ്സ് ഓഫ് ഓറഞ്ചസ് ഓൺ ദ ടേബിൾ. അനു കൗണ്ടഡ് ദ സെറ്റ്സ്. ടീച്ചർ കുറച്ചുകൂടെ ഓറഞ്ചുകളുടെ കൂട്ടം ടേബിളിൽ വെച്ചു. അനു അത് കൗണ്ട് ചെയ്തു. എണ്ണി നോക്കിയപ്പോൾ നോക്കൂ, 1 2 3 4 5 6 സെറ്റ്സ് ആണുള്ളത്. ഹൗ മെനി സെറ്റ്സ്? 6. ഹൗ മെനി ഓറഞ്ചസ് ഇൻ ഈച്ച് സെറ്റ്? ഓരോ സെറ്റിലും എത്ര ഓറഞ്ച് വീതമുണ്ട്? 2 ഓറഞ്ചസ് വീതമാണ് ഉള്ളത്. ദെൻ ഹൗ മെനി ഓറഞ്ചസ് ഇൻ ഓൾ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ഓറഞ്ചസ് ഉണ്ട്? 6
ടൈംസ് 2 ചെയ്യുക, അല്ലെങ്കിൽ 6 സെറ്റ്സ് ഓഫ് 2 ആണ് നമുക്കുള്ളത്. സോ 6 ടൈംസ് 2, 6 തവണ നമ്മൾ 2 ആഡ് ചെയ്ത് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ 6 ഇൻറ്റു 2 എന്നും എഴുതാം. 6 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 12 ആണ് ആൻസർ. Then she gave 2 oranges to each of the remaining 7 boys and 8 girls. ഇനി അതിനുശേഷം ബാക്കിയുള്ള 7 ബോയ്സിനും 7 ആൺകുട്ടികൾക്കും 8 ഗേൾസിനും 8 പെൺകുട്ടികൾക്കുമായിട്ട് 2 ഓറഞ്ചസ് വീതം കൂടെ കൊടുത്തു. സോ ഹൗ മെനി ഓറഞ്ചസ് ഇൻ ഓൾ ടു ദ ബോയ്സ്? ടോട്ടൽ ബോയ്സിന് എത്ര ഓറഞ്ച് കിട്ടി? സോ 7 ബോയ്സിനാണ് കൊടുത്തത്. അപ്പൊ നമ്മൾ 7 ഇൻറ്റു 2 ചെയ്യേണ്ടി വരും. അതായത് 7 ഗ്രൂപ്പ്സ് നമ്മൾ വരയ്ക്കുക. ഓരോന്നിലും 2 ഓറഞ്ചസ് വീതം നോക്കുക, അല്ലെങ്കിൽ 2 നമ്മൾ 7 ടൈംസ് ആഡ് ചെയ്ത് നോക്കുക. ദാറ്റ് മീൻസ് 7 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 14 ആണ്. ഹൗ മെനി ഓറഞ്ചസ് ഇൻ ഓൾ ടു ദ ഗേൾസ്? ടോട്ടൽ ഗേൾസിന് എത്ര ഓറഞ്ചസ് കിട്ടി? 8 ഗേൾസിനായിരുന്നു കൊടുത്തത്, 2 വീതമായിരുന്നു കൊടുത്തത്. അപ്പൊ നമ്മൾ 2 8 ടൈംസ് ആഡ് ചെയ്ത് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ 8 ടൈംസ് 2 ചെയ്യുക. അതായത് 8നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. 8 ഇൻ 2 ഇസ് ഈക്വൽ ടു 16 ആണ് ഗേൾസിന് ടോട്ടൽ കിട്ടിയത്. ഗിഫ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ. ടീച്ചർ ഹാസ് ബ്രോട്ട് ഗിഫ്റ്റ്സ് ഫോർ ഓൾ. ടീച്ചർ ഇനി എല്ലാവർക്കും ഗിഫ്റ്റ് കൊണ്ടുവന്നു. 2 കപ്സ് ഇൻ ഈച്ച് ബോക്സ്. ഓരോ പെട്ടിയിലും 2 കപ്പുകൾ വീതമാണ് ഉള്ളത്. നിമ കൗണ്ടഡ് ദം 10 ബോക്സസ്. നിമ അവ എണ്ണിയപ്പോൾ ടോട്ടൽ 10 ബോക്സസ് ഉണ്ട്. ഹൗ മെനി കപ്സ് ഇൻ ഓൾ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര കപ്പ് ഉണ്ട്? ഓരോ ബോക്സിലും 2 കപ്സ് വീതമാണുള്ളത്. അങ്ങനെയുള്ള 10 ബോക്സസ് ഉണ്ട്. സോ അപ്പൊ ടോട്ടൽ 10 ടൈംസ് നമ്മൾ 2 ആഡ് ചെയ്ത് നോക്കേണ്ടി വരും, അല്ലെങ്കിൽ 10 സെറ്റ്സ് ഓഫ് 2 ആണുള്ളത്. സോ 2 + 2 + 2 + അങ്ങനെ 10 ടൈംസ് നമ്മൾ 2 ആഡ് ചെയ്യുക. ഇതിനെ തന്നെ മൾട്ടിപ്ലിക്കേഷന്റെ ഭാഷയിൽ നമുക്ക് എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു എത്രയാണ്? 20 ആണ് ആൻസർ. ഇനി ഇതുപോലെ തന്നെ 3 ബോക്സസ് ഓഫ് 2 കപ്സ്. 2 കപ്പുകൾ വീതമുള്ള 3 ബോക്സിൽ എത്ര ഉണ്ടായിരിക്കും? 3 ടൈംസ് 2 നമ്മൾ ചെയ്യേണ്ടി വരും. 3 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 6 ആണ്. 2 ബോക്സസ് ഓഫ് 2 കപ്സ്. 2 കപ്പുകൾ വീതമുള്ള 2 ബോക്സസ്. അങ്ങനെയാണെങ്കിൽ 2 ടൈംസ് 2 ചെയ്യുക. 2 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 4 ആണ്. 2 ടൈംസ് നമ്മൾ 2 ആഡ് ചെയ്യുകയാണ് കേട്ടോ. അതിനെ തന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെ ഭാഷയിൽ 2 ഇൻറ്റു 2 എന്ന് എഴുതുന്നു. ഇസ് ഈക്വൽ ടു 4. 1 ബോക്സ് ഓഫ് 2 കപ്സ്. ഇനി 2 കപ്പുകളുള്ള ഒരു ബോക്സ് ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ 1 ടൈം 2 വിച്ച് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 2. കംപ്ലീറ്റ് ആസ് ഇൻ ദ ഫസ്റ്റ് ലൈൻ. ആദ്യത്തെ ലൈനിൽ നമുക്ക് ഒരു ഇത് തന്നിട്ടുണ്ട്, അതുപോലെ നോക്കിയിട്ട് ബാക്കിയുള്ളത് ഫിൽ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, 3 ടൈംസ് 2 എന്ന് വെച്ചാൽ 3 ടൈംസ് നമ്മൾ 2 ആഡ് ചെയ്യുന്നു. 2 + 2 + 2 വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 6. ഇനി 4 ടൈംസ് 2 എന്ന് വെച്ചാൽ 4 ടൈംസ് നമ്മൾ 2 ആഡ് ചെയ്യണം. 2 + 2 + 2 + 2 4 ഇൻറ്റു 2 എന്ന് നമുക്ക് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 8. 6 ടൈംസ് 2 ദാറ്റ് മീൻസ് 6 ടൈംസ് നമ്മൾ 2 ആഡ് ചെയ്യണം. 2 + 2 + 2 + 2 + 2 + 2 ഈക്വൽ ടു, നമുക്കതിനെ മൾട്ടിപ്ലിക്കേഷന്റെ ഭാഷയിൽ 6 ഇൻറ്റു 2 എന്ന് എഴുതാം, ഈക്വൽ ടു 12 ആണ്. 2 ടൈംസ് 2, അതായത് 2 ടൈംസ് നമ്മൾ 2 ആഡ് ചെയ്യുക. 2 + 2 വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് മൾട്ടിപ്ലിക്കേഷന്റെ ഭാഷയിൽ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഈക്വൽ ടു 4 ആണ് ആൻസർ. കംപ്ലീറ്റ് ആസ് ഇൻ ദ ഫസ്റ്റ് ലൈൻ. അതുപോലെ തന്നെയാണ് താഴെ തന്നിട്ടുള്ളത്. നോക്കൂ, 8 ഇൻറ്റു 2 എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് ശരിക്ക് 8 ടൈംസ് 2 ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 2 + 2 + 2 + 2 + 2 + 2 + 2 + 2, അതായത് 8 ടൈംസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 16. ഇനി 7 ടൈംസ് 2 എന്ന് വെച്ചാലോ, അപ്പൊ നമ്മൾ 7 ടൈംസ് 2 ആഡ് ചെയ്ത് പോകണം. 2 + 2 + 2 + 2 + 2 + 2 + 2 വിച്ച് ഈസ് ഈക്വൽ ടു 7 ടൈംസ് 2 ഈക്വൽ ടു 14 ആണ്. ഇനി 9 ഇൻറ്റു 2 ദാറ്റ് മീൻസ് നമ്മൾ 9 ടൈംസ് 2 ആഡ് ചെയ്ത് പോകണം. 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 ഈക്വൽ ടു 9 ടൈംസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 18. ഇനി 5 ഇൻറ്റു 2 വിച്ച് ഈസ് എങ്ങനെ എഴുതാം? 5 ടൈംസ് നമ്മൾ 2 ആഡ് ചെയ്യുക. 2 + 2 + 2 + 2 + 2 5 ടൈംസ് 2 ഈക്വൽ ടു 10 ആണ്. ഇനി അവസാനത്തേത് 10 ഇൻറ്റു 2, അതായത് നമ്മൾ 2 10 ടൈംസ് ആഡ് ചെയ്യണം. 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 + 2 ഈക്വൽ ടു, നമുക്ക് എങ്ങനെ പറയാം അത്? 10 ടൈംസ് 2 എന്ന് പറയാം, വിച്ച് ഇസ് ഈക്വൽ ടു 20 ആണ് ആൻസർ. കോയിൻ ഗെയിം. ടീച്ചർ ഗേവ് 2 rupee കോയിൻസ് ടു ഓൾ ദ ചിൽഡ്രൻ. ടീച്ചർ എല്ലാ കുട്ടികൾക്കും 2 രൂപയുടെ കുറച്ച് നാണയങ്ങൾ കൊടുത്തു. ലുക്ക് അറ്റ് ദ ടേബിൾ ടു സീ ഹൗ മെനി കോയിൻസ് ഈച്ച് ഗോട്ട്. ഓരോരുത്തർക്കും കിട്ടിയ കോയിൻസിന്റെ എണ്ണം എത്ര ആണെന്ന് നമുക്ക് താഴെ ടേബിളിൽ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഈച്ച് വൺ ഗോട്ട് ആൻഡ് റൈറ്റ് ഇൻ ദ ടേബിൾ. ഓരോരുത്തർക്കും കിട്ടിയ എമൗണ്ട് എത്ര എന്ന് അത് നോക്കിയിട്ട് ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് ഇവിടെ ടേബിളിൽ നെയിം, കുട്ടിയുടെ പേരും പിന്നെ നമ്പർ ഓഫ് 2 rupee കോയിൻസ്, അവർക്ക് എത്ര 2 രൂപയുടെ നാണയങ്ങൾ കിട്ടി,
അവർക്ക് ടോട്ടൽ എത്ര എമൗണ്ട് ആയിട്ടുണ്ടാവും എന്നാണ് ടേബിളിൽ തന്നിട്ടുള്ളത്. സോ ആദ്യത്തേത് ആദ്യക്ക് 6 2 രൂപ കോയിൻസ് കിട്ടി. അതായത് 6 എന്ന് പറയുമ്പോൾ 6 കിട്ടിയ ശേഷം നമ്മൾ 6 തവണ 2 ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് അതിനെ മൾട്ടിപ്ലിക്കേഷന്റെ രീതിയിൽ എങ്ങനെ പറയാം, 6 ടൈംസ് 2 6 ഇൻറ്റു 2 ഈക്വൽ ടു 12 റുപ്പീസ് ആണ് കിട്ടിയത്. ഇനി ശ്രീനുവിന് 3 2 രൂപ കോയിൻസ് ആണ് കിട്ടിയത്. 3 നമ്പർ ഓഫ് 2 രൂപ കോയിൻസ് ആണ് കിട്ടിയത്. സോ ടോട്ടൽ എമൗണ്ട് കാണാൻ നമ്മൾ 3 ടൈംസ് 2 ആഡ് ചെയ്യണം. 3 ഇൻറ്റു 2 ഈക്വൽ ടു 6 റുപ്പീസ്. അടുത്തത് അനുവിന് 8 നമ്പർ ഓഫ് 2 രൂപ കോയിൻസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ 8 ടൈംസ് നമ്മൾ 2 ചെയ്യണം. ഈക്വൽ ടു 8 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 16 റുപ്പീസ്. സായ 5 2 രൂപ കോയിൻസ് ആണ് കിട്ടിയത്. 5 2 രൂപ കോയിൻസ് കിട്ടിയാൽ ടോട്ടൽ കാണാൻ 5 ടൈംസ് നമ്മൾ 2 ആഡ് ചെയ്യുക. അല്ലെങ്കിൽ 5 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 10 റുപ്പി. ഇനി ഇവാന് 4 നമ്പർ ഓഫ് കോയിൻസ് ആണ് കിട്ടിയത്. 2 റുപ്പീസിന്റെ 4 കോയിൻസ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് കാണാൻ 4 ടൈംസ് 2 ചെയ്യണം. 4 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 8 റുപ്പീസ് ആണ് കിട്ടിയത്. ബൈസിക്കിൾ സൗണ്ട്. ചിൽഡ്രൻ ബിഗാൻ ടു കൗണ്ട് വീൽസ്. കുട്ടികൾ സൈക്കിളിന്റെ വീലുകൾ ചക്രങ്ങൾ എണ്ണുകയാണ് കേട്ടോ. 1 സൈക്കിൾ 2 വീൽസ്. ഒരു സൈക്കിളിന് 2 വീൽസ്. 2 സൈക്കിൾസ് 4 വീൽസ്. 2 സൈക്കിളുകളാകുമ്പോൾ 2 + 2 4 വീൽസ് ആയി. 3 സൈക്കിൾസ് 6 വീൽസ്. 3 സൈക്കിളുകളാകുമ്പോൾ 6 വീൽസ് ആയി. അതെ, 3 ടൈംസ് 2 ആഡ് ചെയ്യണം. 4 സൈക്കിൾസ് 8 വീൽസ്. 5 സൈക്കിൾസ് 10 വീൽസ്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് എന്ത് വരും മക്കളെ? 10 കഴിഞ്ഞിട്ട് പിന്നെ 2 കൂടെ ആഡ് ചെയ്യേണ്ടി വരും അല്ലെ, 6 സൈക്കിൾസ് ആകുമ്പോൾ. സോ നെക്സ്റ്റ് ലൈൻ 6 സൈക്കിൾസ് 12 വീൽസ്. 7 സൈക്കിൾസ് 14 വീൽസ്. 8 സൈക്കിൾസ് 16 വീൽസ്. അങ്ങനെയാണ് വരിക. ബോൾ ഗെയിം, എ ന്യൂ ഗെയിം. പുതിയ ഗെയിമാണ് ഇവർ കളിക്കുന്നത്. ദ ടീച്ചർ ഡിവൈഡഡ് ദ ചിൽഡ്രൻ ഇൻ ടു ഗ്രൂപ്പ്സ്. ടീച്ചർ കുട്ടികളെ കുറച്ച് ഗ്രൂപ്പുകളാക്കിയിട്ട് മാറ്റി. വെൻ ഷീ സേസ് എ നമ്പർ, ഈച്ച് ഗ്രൂപ്പ് ഷുഡ് അറേഞ്ച് ദ ബോൾസ് ഇൻ സെറ്റ്സ് ഓഫ് ദാറ്റ് നമ്പർ. ടീച്ചർ ഒരു നമ്പർ പറയും. അങ്ങനെ പറയുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യുക, അത്രയും എണ്ണം ബോൾ അതിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് അതിന്റെ സെറ്റ് ആക്കിയിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്കിയിട്ട് വെക്കാം. അതാണ് ഗെയിം കേട്ടോ. ടീച്ചർ സെഡ് 5. ടീച്ചർ ആദ്യം എത്രയാ പറഞ്ഞത്? 5 എന്നാണ് പറഞ്ഞത്. See how the first group arrange the balls. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പ് ബോൾ അറേഞ്ച് ചെയ്ത് നോക്കൂ. 1 2 3 4 5 6 ഗ്രൂപ്പ്സ് ഓഫ് 5 ഉണ്ട് അല്ലേ. ഹൗ മെനി സെറ്റ്സ് ഡിഡ് ദ ഫസ്റ്റ് ഗ്രൂപ്പ് മേക്ക്? ഗ്രൂപ്പ് ആദ്യത്തെ ഗ്രൂപ്പ് എത്ര സെറ്റുകൾ ഉണ്ടാക്കി? നമ്മൾ എണ്ണി 1 2 3 4 5 6 ഗ്രൂപ്പ്സ് ഉണ്ടാക്കി അല്ലെങ്കിൽ 6 സെറ്റ്സ് ഉണ്ടാക്കി. ഹൗ മെനി ബോൾസ് ഇൻ ഈച്ച് അതർ? ഓരോ ഗ്രൂപ്പിലും ആകെ എത്ര ബോളുകൾ ഉണ്ട്? കൗണ്ട് ചെയ്താൽ നമുക്കറിയാം 5 ബോൾസ് വീതമാണ് ഉള്ളത്. സോ 6 സെറ്റ്സ് ഓഫ് 5 ബോൾസ് അല്ലെങ്കിൽ 6 ടൈംസ് 5. ഹൗ മെനി ബോൾസ് ഇൻ ഓൾ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ബോളുകളായി? നമ്മൾ 6 ടൈംസ് 5 ആഡ് ചെയ്യേണ്ടി വരും അല്ലെ. 5 + 5 + 5 + 5 + 5 + 5 വിച്ച് ഈസ് ഈക്വൽ ടു 30. അത് തന്നെയാണ് 6 സെറ്റ്സ് ഓഫ് 5 എന്ന് പറയുന്നത്. 6 ടൈംസ് 5 എന്ന് പറയുന്നതും അത് തന്നെയാണ്. മൾട്ടിപ്ലിക്കേഷന്റെ രൂപത്തിൽ നമ്മൾ 6 ഇൻറ്റു 5 എന്ന് എഴുതുന്നു. 6 മൾട്ടിപ്ലൈഡ് ഇൻറ്റു 5 എന്ന് എഴുതുന്നു. 6 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 30. See what the second group did. സെക്കൻഡ് ഗ്രൂപ്പ് ചെയ്തത് നോക്കൂ. 3 ഗ്രൂപ്പുകളാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. 5 ബോൾസിന്റെ 3 ഗ്രൂപ്പുകൾ. 3 സെറ്റ്സ് ഓഫ് 5. 3 ടൈംസ് 5 എന്ന് നമുക്ക് അതിനെ പറയാം. 3 ടൈംസ് 5 എന്ന് പറയുമ്പോൾ 5 നമ്മൾ 3 വട്ടം ആഡ് ചെയ്ത് പോകണം. 5 + 5 + 5 വിച്ച് ഈസ് ഈക്വൽ ടു 15. അത് തന്നെയാണ് നമ്മൾ 3 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 15 എന്ന് എഴുതുന്നത്. സി വാട്ട് തേർഡ് ഗ്രൂപ്പ് ഡിഡ്. മൂന്നാമത്തെ ഗ്രൂപ്പ് ചെയ്തത് എന്താണ്? 5 + 5 + 5 + 5 + 5 + 5 + 5 + 5 8 തവണ 8 ടൈംസ് 5 ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് 8 സെറ്റ്സ് ഓഫ് 5. 8 ടൈംസ് 5 ഈക്വൽ ടു 40. 8 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 40 ആണ്. ഫോർത്ത് ഗ്രൂപ്പ് മെയ്ഡ് 10 സെറ്റ്സ് ഓഫ് 5. ഹൗ മെനി ബോൾസ് ഇൻ ഓൾ? നാലാമത്തെ ഗ്രൂപ്പ് 10 ഗ്രൂപ്പ്സ് ഓഫ് 5 അല്ലെങ്കിൽ 10 സെറ്റ്സ് ഓഫ് 5 ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ബോളുകൾ കളക്ട് ചെയ്തു? അപ്പൊ 10 ടൈംസ് 5 ആണ് വിച്ച് ഇസ് ഈക്വൽ ടു 10 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 50 ബോൾസ് ആയിരിക്കും. ഹൗ മെനി ഓറഞ്ചസ് ഡിഡ് ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ്സ് ടുഗദർ ഗെറ്റ്? അപ്പൊ ഇവിടെ ഓറഞ്ചസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഹൗ മെനി ബോൾസ് എന്നാണ് കേട്ടോ മക്കളെ. ബോളുകളല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഹൗ മെനി ബോൾസ് എന്നാണ് വേണ്ടത്. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിനും സെക്കൻഡ് ഗ്രൂപ്പിനും കൂടിയിട്ട് ആകെ എത്ര ബോളുകൾ കളക്ട് ചെയ്തു എന്നാണ് ചോദ്യം. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പ് 6 ഗ്രൂപ്പ്സ് ഓഫ് 5 ആയിരുന്നു. സെക്കൻഡ് ഗ്രൂപ്പ് 3 സെറ്റ്സ് ഓഫ് 5 ആയിരുന്നു അല്ലെ. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിന് 6 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 30 ആണ്. സെക്കൻഡ് ഗ്രൂപ്പ് 3 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 15 ആണ്. അപ്പൊ ടുഗദർ ദേ ഗോട്ട്, രണ്ടുപേർക്കും കൂടിയിട്ട് ആകെ എത്ര കിട്ടിയെന്നറിയാൻ രണ്ടും കൂടെ ആഡ് ചെയ്യണം.
അതായത് 30 പ്ലസ് 15 ചെയ്യണം. 30 പ്ലസ് 10 ഈസ് ഈക്വൽ ടു 40 ആണ്. 40 പ്ലസ് 5 45 ആണ്. സോ 30 പ്ലസ് 15 ഈസ് ഈക്വൽ ടു 45 ആണ്. ഇൻ ഓൾ 9 സെറ്റ്സ് ഓഫ് 5, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും പറയാം, ആദ്യത്തെ ഗ്രൂപ്പിന് 6 സെറ്റ്സ് ഓഫ് 5 ആയിരുന്നു, രണ്ടാമത്തെ ഗ്രൂപ്പിന് 3 സെറ്റ്സ് ഓഫ് 5 ആയിരുന്നു. സോ രണ്ടും കൂടെ കൂടിയിട്ടെന്ന് പറയുമ്പോൾ 6 പ്ലസ് 3 9 സെറ്റ്സ് ഓഫ് 5 ആണ്. അങ്ങനെയും നമുക്ക് കാണാം. 9 ഇൻറ്റു അല്ലെങ്കിൽ 9 ടൈംസ് 5 ഇസ് ഈക്വൽ ടു 45 ആണ് ആൻസർ. സ്കൂൾ ബസ്. സ്കൂൾ ടൈം ഓവർ, ചിൽഡ്രൻ സ്റ്റൂഡ് ഇൻ ഗ്രൂപ്പ്സ് ടു ഗെറ്റ് ഇൻ ടു ദ ബസ്. അപ്പൊ സ്കൂള് കഴിഞ്ഞ സമയത്ത് കുട്ടികൾ ബസ്സിൽ കയറാനായിട്ട് വരിയായിട്ട് നിൽക്കുകയാണ്. ഹൗ മെനി ഗ്രൂപ്പ്സ്, എത്ര ഗ്രൂപ്പുകൾ ഉണ്ട്? 1 2 3 4 5 6 7 ഗ്രൂപ്പ്സ് ഉണ്ട്. ഹൗ മെനി ഇൻ ഈച്ച് ഗ്രൂപ്പ്, ഓരോ ഗ്രൂപ്പിനും എത്ര കുട്ടികൾ വീതമുണ്ട്? 1 2 3 4 5 സ്റ്റുഡൻസ് വീതമാണുള്ളത്. സോ ഹൗ മെനി ചിൽഡ്രൻ ഇൻ ഓൾ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര കുട്ടികളുണ്ട്? 7 ടൈംസ് 5 ഇസ് ഈക്വൽ ടു 35 സ്റ്റുഡൻസ് ആണ് ടോട്ടൽ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അറ്റ് ഫസ്റ്റ് 5 ഗ്രൂപ്പ്സ് ഗോട്ട് ഇൻ ടു ദ ബസ്. ഹൗ മെനി ചിൽഡ്രൻ, ആദ്യം 5 ഗ്രൂപ്പുകളാണ് ബസ്സിലേക്ക് കയറിയത്. സോ ടോട്ടൽ എത്ര കുട്ടികൾ കയറി? ഒരു ഗ്രൂപ്പിൽ 5 പേരാണുള്ളത്. ആദ്യത്തെ 5 ഗ്രൂപ്പുകൾ കയറി, അതായത് 5 ടൈംസ് 5 ചെയ്ത് നോക്കണം. 5 ടൈംസ് നമ്മൾ 5 ആഡ് ചെയ്ത് നോക്കണം. അല്ലെങ്കിൽ 5 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 25. ഹൗ മെനി ആർ ലെഫ്റ്റ്, ഇനി എത്ര കുട്ടികൾ ബാക്കിയുണ്ട്? ടോട്ടൽ 7 ഗ്രൂപ്പ്സ് ആയിരുന്നു അല്ലെ ഉണ്ടായിരുന്നത്, അതിൽ 5 ഗ്രൂപ്പ്സ് കയറി. സോ ഇനി ബാക്കി 7 മൈനസ് 5 2 ഗ്രൂപ്പ്സ് അല്ലേ ഉണ്ടാവുള്ളൂ. 2 ഗ്രൂപ്പ്സ് ഓഫ് 5, 2 ടൈംസ് 5, 2 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 10 സ്റ്റുഡൻസ് ഇനി ലെഫ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അവിടെ ചെറിയൊരു പാട്ട് തന്നിട്ടുണ്ട്, നോക്കൂ. 1 ഷൂ ഫ്ലവർ ഹാസ് 5 പെറ്റൽസ്. ഒരു ചെമ്പരത്തി പൂവിന് 5 പെറ്റൽസ്, 5 ഇതളുകളാണുള്ളത്. 2 ഷൂ ഫ്ലവേഴ്സ് ഹാവ് 10 പെറ്റൽസ്. 2 ചെമ്പരത്തി പൂക്കളാകുമ്പോൾ 10 ഇതളുകളുണ്ട്. അതായത് 5 വീതം ആഡ് ചെയ്ത് ഓരോ നമ്പറിനും നമ്മൾ ഇനി പാടി നോക്കണം. 3 ഷൂ ഫ്ലവേഴ്സ് ഹാവ് 15 പെറ്റൽസ്. 4 ഷൂ ഫ്ലവേഴ്സ് ഹാവ് 20 പെറ്റൽസ്. 5 ഷൂ ഫ്ലവേഴ്സ് ഹാവ് 25 പെറ്റൽസ്. ഇനി അടുത്തത് എന്ത് വരും? 6 ഷൂ ഫ്ലവേഴ്സ് ഹാവ് 30 പെറ്റൽസ്. 7 ഷൂ ഫ്ലവേഴ്സ് ഹാവ് 35 പെറ്റൽസ്. 8 ഷൂ ഫ്ലവേഴ്സ് ഹാവ് 40 പെറ്റൽസ്. അങ്ങനെയാണ് വരുന്നത്. വി ക്യാൻ പ്ലേ. ടീച്ചർ ഗേവ് ടോയ് കോയിൻസ് ടു ഓൾ 4 കോയിൻ ഗെയിം. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ഇനി ടോയ് കോയിൻസ് ആണ് കൊടുക്കുന്നത്. ദിസ് ടൈം ഷീ ഗേവ് 5 റുപ്പി കോയിൻസ്. ഈ സമയത്ത് ആദ്യം നമുക്ക് 2 രൂപയുടെ കോയിൻ ആയിരുന്നു കൊടുത്തിരുന്നത്. ഈ സമയത്ത് 5 റുപ്പിയുടെ കോയിൻസ് ആണ് ടീച്ചർ കൊടുക്കുന്നത് കേട്ടോ. നിയ ഗോട്ട് 6 കോയിൻസ് ആൻഡ് സിയ ഗോട്ട് 3. നിയയ്ക്ക് 6 കോയിൻസും സിയയ്ക്ക് 3 കോയിൻസും ആണ് കിട്ടിയത്. ഹൗ മെനി റുപ്പീസ് ഡിഡ് ദേ ഗെറ്റ് ആസ് ടോയ് മണി? അവർക്ക് രണ്ടുപേർക്കും കൂടെ ആകെ എത്ര രൂപ കിട്ടി എന്നാണ് ക്വസ്റ്റ്യൻ. സോ നിയയ്ക്ക് എത്ര കിട്ടി? 6 ആയിരുന്നു. 6 5 റുപ്പി കോയിൻസ് ആയിരുന്നു കിട്ടിയിരുന്നത്. അതായത് 6 ടൈംസ് 5 ഈക്വൽ ടു 30 ആണ്. സിയയ്ക്ക് കിട്ടിയത് 3 5 റുപ്പി കോയിൻസ് ആയിരുന്നു. അതായത് 3 ടൈംസ് 5 ഈക്വൽ ടു 15 ആണ്. സോ ടോട്ടൽ 30 പ്ലസ് 15, 30 പ്ലസ് 10 40 ആണ്. 40 പ്ലസ് 5 45 ആണ്. സോ 45 റുപ്പീസ് ആണ് അവർക്ക് ടോട്ടൽ കിട്ടിയത്. സീ ദ നമ്പർ ഓഫ് കോയിൻസ് അതേഴ്സ് ഗോട്ട്. മറ്റുള്ളവർക്ക് കിട്ടിയ കോയിൻസ് നോക്കൂ. കംപ്ലീറ്റ് ദ ടേബിൾ. നമുക്കിവിടെ ടേബിളിൽ നെയിം, കുട്ടികളുടെ പേര്, അതുപോലെ അവർക്ക് കിട്ടിയിട്ടുള്ള കോയിൻസിന്റെ എണ്ണം, അതുപോലെ ടോട്ടൽ എമൗണ്ട് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സോ രാഹുലിന് കിട്ടിയത് 4 5 റുപ്പി കോയിൻസ് ആണ്. 4 നമ്പർ ഓഫ് 5 റുപ്പി കോയിൻസ് ആണ്. അതുകൊണ്ട് ടോട്ടൽ എമൗണ്ട് കാണാൻ 4 ഇൻറ്റു 5 ചെയ്ത് നോക്കണം. 4 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 20. നെക്സ്റ്റ് അഫ്സലാണ്. അഫ്സലിന് 5 റുപ്പി കോയിൻസ് കിട്ടി. അതുകൊണ്ട് 5 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 25 ആണ് ടോട്ടൽ എമൗണ്ട്. ജോണിക്ക് 3 5 റുപ്പി കോയിൻസ് കിട്ടി. സോ ടോട്ടൽ എമൗണ്ട് കാണാൻ 3 ഇൻറ്റു 5 ചെയ്ത് നോക്കണം. 3 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 15 ആണ്. അതായത് 3 ടൈംസ് 5 ആഡ് ചെയ്യുമ്പോൾ 15 ആണ്. അടുത്തത് ആതിരയ്ക്ക് 2 നമ്പർ ഓഫ് 5 റുപ്പി കോയിൻസ് കിട്ടി. ഇപ്പൊ ടോട്ടൽ എമൗണ്ട് കാണാൻ 2 ടൈംസ് 5 ചെയ്യണം. 2 ടൈംസ് 5 ഇസ് ഈക്വൽ ടു 10 ആണ്. ഇനി നവമിയാണ്. നവമിക്ക് 1 5 റുപ്പി കോയിൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ടോട്ടൽ കാണാൻ 1 ടൈം 5 ചെയ്യണം. 1 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 5. ഇനി അവിടുത്തെയാള് ഗോപികയ്ക്ക് 7 5 റുപ്പി കോയിൻസ് കിട്ടി. ഇപ്പൊ ടോട്ടൽ എമൗണ്ട് കാണാൻ 7 ടൈംസ് 5 നമ്മൾ കാണണം. 7 ടൈംസ് 5 7 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 35. വാട്ട് എമൗണ്ട് ഡിഡ് ആതിര ആൻഡ് രാഹുൽ ടുഗെദർ ഗെറ്റ് ടോട്ടൽ ആസ് കോയിൻസ്? ആതിരയ്ക്കും രാഹുലിനും കൂടിയിട്ട് ടോട്ടൽ എത്ര രൂപ കോയിൻസ് കിട്ടിയെന്നാണ് ക്വസ്റ്റ്യൻ. ആതിരയ്ക്ക് കിട്ടിയത് 10 റുപ്പീസ് ആയിരുന്നു. രാഹുലിന് കിട്ടിയത് 20 റുപ്പീസ് ആയിരുന്നു. സോ 10 പ്ലസ് 20 ഈക്വൽ ടു 30 റുപ്പീസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് അബൌട്ട് ജോണി ആൻഡ് ഗോപിക? ജോണിക്കും ഗോപികയ്ക്കും കൂടിയിട്ട് ടോട്ടൽ എത്ര കിട്ടി? ജോണിക്ക് കിട്ടിയത് 15 റുപ്പീസ് ആണ്. ഗോപികയ്ക്ക് കിട്ടിയത് 35 റുപ്പീസ് ആണ്. സോ ടോട്ടൽ 15 പ്ലസ് 35.
എത്രയാണ് മക്കളെ? 50 റുപ്പീസ് ആണ് ടോട്ടൽ. ഗ്രേറ്റ് സ്നാക്സ്. ഹയാസ് ആൻഡ് നിയാസ് ഫാമിലി ആർ മേക്കിംഗ് ഉണ്ണിയപ്പം ഫോർ സ്കൂൾ സ്നാക്ക് ഫെസ്റ്റ്. അപ്പൊ സ്കൂളിലെ സ്നാക്ക് ഫെസ്റ്റിന് വേണ്ടിയിട്ട് ഹയയുടെയും നിയയുടെയും ഫാമിലികൾ ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കുകയാണ് കേട്ടോ. 10 ഉണ്ണിയപ്പം ഇൻ 1 പാക്കറ്റ്. അപ്പൊ ഒരു പാക്കറ്റിൽ 10 ഉണ്ണിയപ്പം വീതം നിറയ്ക്കണം എന്നാണ് പറയുന്നത്. റീന ബോട്ട് 3 പാക്കറ്റ്സ് ഓഫ് ഉണ്ണിയപ്പം. ഹൗ മെനി ഉണ്ണിയപ്പംസ് ഇൻ ഓൾ? റീന 3 പാക്കറ്റ് ഉണ്ണിയപ്പമാണ് വാങ്ങിയത്. അങ്ങനെയെങ്കിൽ ടോട്ടൽ എത്ര ഉണ്ണിയപ്പം വാങ്ങി എന്നാണ് ക്വസ്റ്റ്യൻ. ഇത്ര ഉണ്ണിയപ്പം ഉണ്ടായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു പാക്കറ്റിൽ നമുക്കറിയാം 10 ഉണ്ണിയപ്പംസ് വീതമാണുള്ളത്. അങ്ങനെയുള്ള 3 പാക്കറ്റുകൾ വാങ്ങി അല്ലേ. അപ്പോൾ 3 പാക്കറ്റ്സ് ഓഫ് 10 ഈച്ച്. 3 പാക്കറ്റിലും 10 എണ്ണം വീതമുണ്ട്. അതായത് നമ്മൾ 3 ടൈംസ് 10 ആഡ് ചെയ്ത് നോക്കണം. 10 + 10 + 10. 3 ടൈംസ് 10 ഈക്വൽ ടു 3 × 10 നമുക്ക് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 30. 3 ടൈംസ് 10 ഈസ് 30, റൈറ്റ് അല്ലെ? 3 തവണ 10 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 30 ആണ് കിട്ടുന്നത്. ശിവ ബോട്ട് 4 പാക്കറ്റ്സ് ഓഫ് ഉണ്ണിയപ്പം. ശിവ 4 പാക്കറ്റ് ഉണ്ണിയപ്പാണ് വാങ്ങിയത്. ഹൗ മെനി ഉണ്ണിയപ്പംസ് ഇൻ ഓൾ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര വാങ്ങി? സോ 4 പാക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 4 ടൈംസ് 10 ആഡ് ചെയ്യണം. 10 + 10 + 10 + 10. 4 ടൈംസ് 10, 4 × 10 ഈസ് ഈക്വൽ ടു 40 ആണ്. ഹൗ മെനി ഉണ്ണിയപ്പം ഡിഡ് റീന ആൻഡ് ശിവ ബൈ ടുഗെദർ? റീനയും ശിവയും കൂടിയിട്ട് ആകെ എത്ര ഉണ്ണിയപ്പം വാങ്ങി? റീന വാങ്ങിയത് 3 പാക്കറ്റ്സ് ഓഫ് 10 ആയിരുന്നു, അല്ലെങ്കിൽ 3 ടൈംസ് 10 ആയിരുന്നു. 10 + 10 + 10, അതാണ് നമുക്ക് പിങ്ക് കളറിൽ കാണിച്ചിട്ടുള്ളത്. ശിവ വാങ്ങിയത് 4 പാക്കറ്റുകളായിരുന്നു അല്ലെ, അതായത് 10ന്റെ 4 പാക്കറ്റ്സ് ആയിരുന്നു. അപ്പൊ 10 + 10 + 10 + 10, ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ളത് ശിവ വാങ്ങിയതാണ്. അങ്ങനെ നമുക്ക് ഒന്നുകിൽ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ 3 ടൈംസ് 10 എന്ന് പറയുന്നത് 3 × 10 അല്ലേ, പ്ലസ് 4 ടൈംസ് 10. ശിവ വാങ്ങിയ 4 ടൈംസ് 10 എന്ന് പറയുമ്പോൾ 4 × 10. അപ്പോൾ അങ്ങനെയും നമുക്ക് ആഡ് ചെയ്യാം. അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 7. 3 + 4 7 ആണ്. 7 × 10 അല്ലേ. ഇനി അല്ലെങ്കിൽ 3 തവണ നമ്മൾ 10 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 30 കിട്ടും. 4 ടൈംസ് 10 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 40 കിട്ടും. സോ 30 + 40 = 70 ആണ്. അപ്പൊ എങ്ങനെ വാങ്ങിയാലും വന്നാലും രണ്ടുപേരും കൂടി ടോട്ടൽ വാങ്ങിയത് 70 ഉണ്ണിയപ്പംസ് ആണ് കേട്ടോ. സന ബ്രോട്ട് 6 പാക്കറ്റ്സ് ഓഫ് ഉണ്ണിയപ്പം. സന 6 പാക്കറ്റ് ഉണ്ണിയപ്പം വാങ്ങി. ഹൗ മെനി ഉണ്ണിയപ്പം ഡിഡ് സന ബൈ? സന ടോട്ടൽ എത്ര ഉണ്ണിയപ്പം വാങ്ങി എന്നാണ് ക്വസ്റ്റ്യൻ. സോ 6 പാക്കറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ 6 ടൈംസ് 10 ചെയ്യണം. 6 × 10 ഈസ് ഈക്വൽ ടു 60 ഉണ്ണിയപ്പംസ് ഉണ്ടായിരിക്കും. ലെറ്റ്സ് റൈറ്റ് ദ നമ്പർ. ഇനി നമുക്ക് നമ്പർ എഴുതാം. 5 പാക്കറ്റ്സ് വാങ്ങിയാൽ 5 ടൈംസ് 10 ഈക്വൽ ടു 50. 9 പാക്കറ്റ്സ് ആണെങ്കിൽ 9 ടൈംസ് 10 ഈക്വൽ ടു 90. 8 പാക്കറ്റ്സ് ആണെങ്കിൽ 8 ടൈംസ് 10 ഈസ് ഈക്വൽ ടു 80. 1 പാക്കറ്റ് ആണെങ്കിൽ 1 ടൈം 10 ഈസ് ഈക്വൽ ടു 10. റൈറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. ഇനി നമുക്ക് മിസ്സിംഗ് നമ്പേഴ്സ് എഴുതി കൊടുക്കണം. 1 × 10 ഈസ് ഈക്വൽ ടു 10. 2 × ഡാഷ് ഈസ് ഈക്വൽ ടു 20. 2വിനേക്ക് എന്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് മക്കൾ 20 ആവുന്നത്? 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അതായത് നമുക്ക് 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആണ്. ഏത് നമ്പർ വെച്ചാണോ നമ്മൾ 10നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആ നമ്പറിലേക്ക് നമ്മൾ ഒരു 0 ആഡ് ഓൺ ചെയ്ത് കൊടുത്താൽ മതി, 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് വരും. അപ്പൊ നെക്സ്റ്റ് വരും 3 × 10 ഈസ് ഈക്വൽ ടു 30. 4 × 10 ഈസ് ഈക്വൽ ടു 40. 5 × 10 ഈസ് ഈക്വൽ ടു 50. 6 × 10 ഈസ് ഈക്വൽ ടു 60. 7 × 10 ഈസ് ഈക്വൽ ടു 70. Then 8 × 10 ഈസ് ഈക്വൽ ടു 80. 9 × 10 ഈസ് ഈക്വൽ ടു 90. 10 × 10 ഈസ് ഈക്വൽ ടു 100. അങ്ങനെയാകുമ്പോൾ നമുക്ക് 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആണ്. ബാംഗിൾ, ചെയിൻ ആൻഡ് ഇയറിംഗ്. ഹയ, നിവ്യ ആൻഡ് their friends went to a shop with mother. They want bangles, chains and earrings. They started selecting. അപ്പൊ ഹയയും നിവ്യയും കൂടെ പിന്നെ അവരുടെ ഫ്രണ്ട്സും കൂടെ ഇട്ട് അവരുടെ അമ്മയുടെ കൂടെ എന്ത് ചെയ്തു? ഒരു ഷോപ്പിലേക്ക് പോയി, ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പൊ അവിടെ വളകളും മാലകളും കമ്മലുകളും ഒക്കെ ഉണ്ട്. അവര് അതിൽ ഓരോന്നായിട്ട് വാങ്ങാനായിട്ട് തുടങ്ങി. 10 rupees ഫോർ ഈച്ച് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഏതെടുത്താലും എന്താണ്? 10 രൂപയാണ് ഉള്ളത്. ഹൗ മച്ച് മണി? നിവ്യ ബോട്ട് 6 ബാംഗിൾസ് ആൻഡ് ഹയ ബോട്ട് 4. ഹൗ മച്ച് ഷുഡ് ദേ പേ? നിവ്യ 6 വളകളും ഹയ 4 വളകളും വാങ്ങി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ അവർ എത്ര കൊടുത്തു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? 6 + 4 10 ആണല്ലേ. ഒന്നിന് 10 റുപ്പീസ് ആണുള്ളത്. അപ്പൊ ടോട്ടൽ 10 ഐറ്റംസ് വാങ്ങി. സോ ടോട്ടൽ 10 × 10 ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ 10 ടൈംസ് 10 ഈസ് ഈക്വൽ ടു 100 റുപ്പീസ് ആണ്. ക്യാൻ യു ഫൈൻഡ് ഇൻ സം അതർ വേ? ഇനി വേറൊരു രീതിക്ക് ചെയ്യാൻ പറ്റുമോ? യെസ്, നമുക്ക് പറ്റും. നിവ്യ ബോട്ട് എത്രയാണ്? 6 ബാംഗിൾസ് ആണ് നിവ്യ വാങ്ങിയത്. അപ്പൊ 6 × 10 ഈസ് ഈക്വൽ ടു 60 റുപ്പീസ് ആയി നിവ്യക്ക്. പിന്നെ ഹയ ബോട്ട്, ഹയ എന്താ വാങ്ങിയത്? 4 ബാംഗിൾസ് ആണ്. സോ 4 × 10 അല്ലെങ്കിൽ 4 ടൈംസ് 10 ഈസ് ഈക്വൽ ടു 40 ആണ്. സോ ടോട്ടൽ 60 + 40 = 100 റുപ്പീസ് ആണ്. അങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ.
ഹൗ മച്ച് ഡു ദേ ഗെറ്റ് ബാക്ക്? ഇനി എത്ര രൂപ തിരികെ കിട്ടും? നിവ്യ ബോട്ട് 4 pairs ഓഫ് ഇയറിംഗ്സ് ആൻഡ് ഹയ ബോട്ട് 5 pairs. നിവ്യ 4 ജോഡി കമ്മലുകളും ഹയ 5 ജോഡി കമ്മലുകളും വാങ്ങി. ഇഫ് ദേ ഗിവ് എ 100 rupee നോട്ട്, ഹൗ മച്ച് വിൽ ദേ ഗെറ്റ് ആസ് ബാക്ക്? ഇനി അവർ 100 റുപ്പിയാണ് കൊടുത്തതെങ്കിൽ അവർക്ക് തിരിച്ചു ബാക്കി എത്ര കിട്ടുമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ടോട്ടൽ എത്രയായി എന്നൊക്കെ നമ്മൾ ആദ്യം കാണണം. നിവ്യ വാങ്ങിയത് 4 pairs ഓഫ് ഇയറിംഗ്സ് ആയിരുന്നു, അതായത് 4 into 10 is equal to 40 rupees ആയി. ഹയ വാങ്ങിയത് 5 pairs ഓഫ് ഇയറിംഗ്സ് ആയിരുന്നു, അതായത് 5 into 10 is equal to 50 rupees ആയി. സോ ടോട്ടൽ അവർക്ക് എത്രയായി? 40 plus 50 equal to 90 rupees ആയി. അപ്പൊ അവർ കൊടുത്തത് 100 rupees ആണ്. സോ ബാക്കി എത്ര കിട്ടും? 100 minus 90 equal to 10 rupees ആയിരിക്കും അവർക്ക് ബാക്കി കിട്ടുന്നത്. സി വാട്ട് അതർ സ്പോട്ട്. ഇനി ബാക്കിയുള്ളവർ വാങ്ങിയത് നോക്കൂ. ഹൗ മച്ച് ഷുഡ് ഈച്ച് പേ? ഓരോരുത്തർക്കും എത്രയായി രൂപയായി എന്ന് ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ബോക്സസ് ബിലോ. നമുക്ക് താഴെ കുറച്ച് രൂപകൾ തന്നിട്ടുണ്ട്, അപ്പൊ അതിന്റെ ആൻസർ എന്താണോ അതിവിടെ എഴുതി കൊടുക്കണേ. റീന വാങ്ങിയത് 5 pairs ഓഫ് ഇയറിംഗ്സ് ആണ്. സോ 5 times 10 is equal to 50 ആണ്. ലെന 4 bangles. ലെന 4 വളകളാണ് വാങ്ങിയത്. സോ 4 times 10 is equal to 40 ആണ്. റോസി 8 pairs ഓഫ് ഇയറിംഗ്സ്. 8 ജോഡി കമ്മലുകൾ റോസി വാങ്ങി. സോ 8 times 10 is equal to 80 rupees ആയി. സന 3 ചെയിൻസ് വാങ്ങി. സോ 3 times 10 is equal to 30 rupees ആയി. ശിവ വാങ്ങിയത് 7 ബാംഗിൾസ് ആണ്. സോ 7 times 10, 7 into 10 is equal to 70 rupees ആണ് ശിവയ്ക്കായത്. ഇനി നമുക്കിവിടെ ഒരു പാട്ട് തന്നിട്ടുണ്ട്, നോക്കൂ. 1 crab has 10 legs. ഒരു ഞണ്ടിന് 10 കാലുകളുണ്ട്. 2 crabs have 20 legs. 2 crabs ആവുമ്പോഴോ 2 ഞണ്ടുകളാവുമ്പോഴോ 10 plus 10 20 legs ആവും. 3 crabs have 30 legs. 3 crab ആവുമ്പോൾ 30 legs ആവും. 4 crabs have 40 legs. 4 crabs ആവുമ്പോൾ 40 legs ആവും. 5 crabs have 50 legs. 5 ക്രാബുകളാവുമ്പോൾ 50 legs ആവും. അപ്പൊ ഇനി എങ്ങനെ വരും? 6 crabs have 60 legs. 7 crabs have 70 legs. 8 crabs have 80 legs. അങ്ങനെയാണ് വരുന്നത്. Here comes father. Nivya and Haya were waiting for their father in the evening. നിവ്യയും ഹയും കൂടിയിട്ട് അവരുടെ അച്ഛനെ വൈകുന്നേരം വരുന്നത് കാത്തിരിക്കുകയായിരുന്നു. ദേ ഹേർഡ് ദ സൗണ്ട് ഓഫ് എ ബൈക്ക്. അവരൊരു ബൈക്കിന്റെ ശബ്ദം കേട്ടു. ദ റാൻ ഔട്ട്. അവർ പുറത്തേക്ക് ഓടി. ഫാദർ ഗേവ് ദം ദ സ്നാക്ക് പാക്കറ്റ്. അച്ഛൻ അവർക്ക് എന്ത് കൊടുത്തു? സ്നാക്ക് പാക്കറ്റ് കൊടുത്തു. ഫാദർ ബോട്ട് 8 ലഡൂസ്. അച്ഛൻ 8 ലഡുകളാണ് വാങ്ങിയത്. ഫാദർ, മദർ, നിവ്യ ആൻഡ് ഹയ ഷെയർ ദം ഈക്വലി. അച്ഛനും അമ്മയും നിവ്യയും ഹയയും കൂടിയിട്ട് അവയെ ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്തു. ഹൗ മെനി ഡിഡ് ഈച്ച് ഗെറ്റ്? ഓരോരുത്തർക്കും എത്ര കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. സോ എങ്ങനെ കാണാം മക്കളെ? സോ ടോട്ടൽ അവർ 4 പേരാണ് ഉള്ളത്. ഓരോ റിങ് നമുക്ക് വരച്ചു കൊടുക്കാം, ഓരോ റൗണ്ട് വരച്ചു കൊടുക്കാം. ഫാദർ, മദർ, നിവ്യ, ഹയ. ഇനി ആദ്യം ഓരോ ലഡു അവർക്ക് ഓരോരുത്തർക്ക് കൊടുത്തു. അപ്പോ 4 ലഡൂസ് ആയി. ഇനി ബാക്കി എത്രയുണ്ട്? 8 ലഡൂസിൽ നിന്ന് 4 പോയാല് ബാക്കി 4 ഉള്ളൂ അല്ലെ? അപ്പൊ ആ 4 കൂടെ നമ്മൾ 4 പേർക്കും ഓരോന്നായിട്ട് വീതം വെച്ചു. സോ അവർക്ക് ഓരോരുത്തർക്കും 2 ലഡു വീതമായിരിക്കും കിട്ടുക. ലെറ്റ്സ് പ്ലേ ടുഗെദർ. ഇറ്റ് വാസ് എ ഹോളിഡേ. എന്തായിരുന്നു? ഒരു ഹോളിഡേ ആയിരുന്നു, ഒരു അവധി ദിവസമായിരുന്നു. പ്രത്യുഷ് ആൻഡ് മാലിക് കെയിം ടു നിവ്യ ആൻഡ് ഹയാസ് ഹൗസ് ടു പ്ലേ. പ്രത്യുഷും മാലിക്കും കൂടെ ഹയയുടെയും നിവ്യയുടെയും വീട്ടിലേക്ക് കളിക്കാനായിട്ട് വന്നു. ലെറ്റ്സ് പ്ലേസ് ആസ് 2 teams, സെഡ് നിവ്യ. നിവ്യ എന്ത് പറഞ്ഞു? നമുക്ക് 2 ടീമായിട്ട് കളിക്കാം എന്ന് പറഞ്ഞു. ദേ സ്റ്റൂഡ് ഓൺ ദ 2 sides ഓഫ് എ ലൈൻ. അവർ 2 ഗ്രൂപ്പായിട്ട് ഒരു വരയുടെ അപ്പുറം നിന്നു. ഹൗ മെനി ഇൻ ഈച്ച് ടീം? അങ്ങനെയാണെങ്കിൽ ഓരോ ടീമിലും എത്ര പേര് വീതം ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, സിമ്പിൾ ആണല്ലേ. 2 പേര് വീതമായിരിക്കും. എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ 4 പേരാണുള്ളത്. 2 ഗ്രൂപ്പുകളാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? 2 ഗ്രൂപ്പിലും ആദ്യം ഓരോരുത്തരെ വെച്ചു, പിന്നെ വീണ്ടും ഓരോരുത്തരെ വെച്ചു. കണ്ടോ? 4 പേരായി. ഓരോന്നിലും 2 പേര് വീതം. നിഷി ആൻഡ് സനു കെയിം ബൈ. ഹൗ മെനി നൗ? അപ്പൊ നിഷിയും സനുവും വന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എത്ര ആളുണ്ട്? ഇതുവരെ 4 പേരായിരുന്നു. അപ്പൊ 2 പേരും കൂടെ വന്ന ഓരോ ടീമിലേക്ക് നമ്മൾ ഓരോരുത്തരുടെ കൂടെ കൊടുത്തു. നൗ ഹൗ മെനി ഇൻ ഈച്ച് ടീം? ഇപ്പൊ ഓരോ ടീമിലും എത്ര പേരുണ്ട്? നോക്കൂ, 3 പേര് വീതമാണ് ഉള്ളത്. വെൻ 4 children split into 2 teams, each team has 2. അപ്പൊ 4 കുട്ടികളെ 2ആക്കി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഓരോ ടീമിലും 2 കുട്ടികൾ ഉണ്ടായിരിക്കും. വെൻ 6 split into 2 teams, each team has 3. 6 പേര് 2 ടീമിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഓരോ ടീമിലും 3 പേരുണ്ടായിരിക്കും. ഇഫ് 8 children split into 2 teams, how many in each team? അങ്ങനെയെങ്കിൽ 8 പേരെ ഓരോ 2 ടീമിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഓരോ ടീമിലും എത്ര ആളുകൾ ഉണ്ടാവും? നോക്കൂ, 8 പേരാണ്. 2 പേര് അധികം വന്നു. അതിൽ നമ്മൾ ഓരോരുത്തരെ ഓരോ ടീമിലേക്ക് കൊടുത്തു. അപ്പോൾ ഓരോ ടീമിലും 4 പേര് വീതമായിരിക്കും ഉണ്ടാവുക. ടോക്കൺ ഗെയിം. There are tokens marked 2, 5 and 10 points
2, 2, 5, 10 ഈ 3 നമ്പേഴ്സ് എഴുതിയ ടോക്കൺസ് കുറച്ചുണ്ട്. ഈച്ച് ഗെറ്റ്സ് 10 ടോക്കൺസ്. ഓരോരുത്തർക്കും 10 ടോക്കൺ വീതമാണ് കിട്ടുന്നത്. വിന്നർ ഈസ് ദ വൺ വിത്ത് മോസ്റ്റ് പോയിന്റ്സ്. ഏറ്റവും കൂടുതൽ പോയിന്റ് ആരാണോ അവരാണ് വിന്നർ. സീ ദ നമ്പർ ഓഫ് ടോക്കൺസ് ഓഫ് ചിൽഡ്രൻ ഗോട്ട്. കാൽക്കുലേറ്റ് ദ ടോട്ടൽ പോയിന്റ്സ് ഈച്ച് ഗോട്ട്. ഓരോരുത്തർക്ക് കിട്ടിയ പോയിന്റ് ആണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ടോട്ടൽ ഓരോരുത്തർക്ക് എത്ര പോയിന്റ് കിട്ടിയെന്നാണ് എഴുതേണ്ടത്. കണ്ടോ, നമുക്കിവിടെ നെയിം, കുട്ടികളുടെ പേര്, അതുപോലെ ടോക്കൺ 2 എത്ര എണ്ണം വീതം 2 കിട്ടി, അതുപോലെ 5 നമ്പർ എത്ര എണ്ണം വീതം കിട്ടി, 10 എത്ര വീതം എണ്ണം കിട്ടി, ടോട്ടൽ പോയിന്റ്സ് എത്ര, അങ്ങനെയാണ് ടേബിളിൽ തന്നിട്ടുള്ളത്. ആദ്യത്തെ ആള് കനിയാണ്. കനിക്ക് 2 കിട്ടിയത് 4 ആണ്. അപ്പൊ 4 ടൈംസ് 2, ദാറ്റ് മീൻസ് 4 into 2 ഈക്വൽ ടു 8. ഇനി 5 കിട്ടിയത് 4 ടോക്കൺസ് ഓഫ് 5 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് 4 ടൈംസ് 5 എന്ന് പറയാം. 4 ടൈംസ് 5 is equal to 20. ഇനി 2 കിട്ടിയ 10ന്റെ ടോക്കണോ 2 എണ്ണമാണ് കിട്ടിയത്. സോ 2 ടൈംസ് 10 ഈക്വൽ ടു 20. അപ്പൊ ടോട്ടൽ എത്ര? 8 പ്ലസ് 20 ചെയ്യേണ്ടി വരും. 20 പ്ലസ് 20 40 ആണ്. 40ലേക്ക് 8 കൂടെ ആഡ് ചെയ്യുമ്പോൾ 48. അടുത്തയാൾ തനുവാണ്. തനുവിന് 2ന്റെ ടോക്കൺസ് 8 ആണ് കിട്ടിയത്. സോ 8 ടൈംസ് 2 ഈക്വൽ ടു 16 ആണ്. 5ന്റെ ടോക്കൺസ് ഒരെണ്ണം മാത്രമേ കിട്ടിയുള്ളൂ. അപ്പോൾ 1 ടൈംസ് 5 ഈക്വൽ ടു 5 ആണ്. 10ന്റെ ടോക്കണും അതുപോലെ ഒരെണ്ണമേ കിട്ടിയുള്ളൂ. അപ്പോൾ 1 ടൈംസ് 10 ഈക്വൽ ടു 10 ആണ്. ടോട്ടൽ 16 പ്ലസ് 5 പ്ലസ് 10 ചെയ്യേണ്ടി വരും അല്ലെ. 16 പ്ലസ് 10 26 ആണ്. അതിലേക്ക് ഒരു 5 കൂടെ ആഡ് ചെയ്യുമ്പോൾ 31 ആണ് ടോട്ടൽ തനുവിന് കിട്ടുന്ന പോയിന്റ്സ്. മൂന്നാമത്തെ ആള് അമലാണ്. അമലിന് 2ന്റെ 4 ടോക്കൺസും 5ന്റെ 2 ടോക്കൺസും 10ന്റെ 4 ടോക്കൺസും കിട്ടി. 2ന്റെ 4 ടോക്കൺസ് എന്ന് പറയുമ്പോൾ 4 ടൈംസ് 2 ഈക്വൽ ടു 8 ആണ്. 5ന്റെ 2 ടോക്കൺസ് എന്ന് പറയുമ്പോൾ 2 ടൈംസ് 5 ഈക്വൽ ടു 10 ആണ്. 10ന്റെ 4 ടോക്കൺസ് എന്ന് പറയുമ്പോൾ 4 ടൈംസ് 10 ഈക്വൽ ടു 40 ആണ്. ടോട്ടൽ കാണാൻ 8 പ്ലസ് 10 പ്ലസ് 40 ചെയ്യണം. 10 പ്ലസ് 40 ഈക്വൽ ടു 50 ആണ്. 50ലേക്ക് ഒരു 8 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എത്രയായി? 58 ആയി. സോ 58 ആണ് അമലിന് കിട്ടിയ ടോട്ടൽ പോയിന്റ്സ്. അടുത്തയാള് നിളയാണ്. നിളയ്ക്ക് 2ന്റെ 1 ടോക്കണും 5ന്റെ 3 ടോക്കൺസും 10ന്റെ 6 ടോക്കൺസും ആണ് കിട്ടിയത്. 2ന്റെ 1 ടോക്കൺ എന്ന് പറഞ്ഞാൽ 1 into 2 ഈക്വൽ ടു 2 ആണ് പോയിന്റ്സ്. 5ന്റെ 3 ടോക്കൺസ് എന്ന് പറയുമ്പോൾ 3 ടൈംസ് 5 ഈക്വൽ ടു 15 ആണ്. പിന്നെ 10ന്റെ 6 ടോക്കൺസ് എന്ന് പറയുമ്പോൾ 6 ടൈംസ് 10 ഈക്വൽ ടു 60 ആണ്. ടോട്ടൽ കാണാൻ 2 പ്ലസ് 15 പ്ലസ് 60 ചെയ്യണം. സോ 60 പ്ലസ് 15 ഈക്വൽ ടു 75 ആണ്. 75 പ്ലസ് 2 77 ആണ് നിളയ്ക്ക് കിട്ടിയ ടോട്ടൽ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബേസ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ തന്നിട്ടുണ്ട്. നോക്കൂ, ഹു ഗോട്ട് ദ മോസ്റ്റ് പോയിന്റ്സ്. ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ആർക്കാണ് കിട്ടിയത്? അപ്പൊ നമുക്ക് പോയിന്റ് കിട്ടിയ ടേബിൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ടോട്ടൽ കിട്ടിയത് 77 ആണല്ലേ ഇതിൽ കൂടുതൽ പോയിന്റ്സ്. അപ്പൊ നിളയ്ക്കാണ് കൂടുതൽ കിട്ടിയത്. ഹു ഗോട്ട് ദ ലീസ്റ്റ് പോയിന്റ്. ഏറ്റവും കുറവ് പോയിന്റ് കിട്ടിയത് തനുവിനാണ്, 31 ആണ്. അപ്പൊ തനു, വാട്ട് ഈസ് ദ മാക്സിമം പോയിന്റ്സ് വൺ ക്യാൻ ഗെറ്റ് ഇൻ ദിസ് ഗെയിം. ഒരാൾക്ക് ഈ ഗെയിമിൽ ഏറ്റവും കൂടുതൽ മാക്സിമം കിട്ടാവുന്ന പോയിന്റ് എത്രയാണ്? അപ്പൊ നമുക്കറിയാം ഇതിൽ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് 10 ആണ് അല്ലെ. ഒരാൾക്ക് 10 ടൈംസ് 10 ടോക്കൺസ് വീതം എടുക്കാം. സോ ഇയാൾ എടുക്കുന്ന 10 ടോക്കൺസും ഈ 10 നമ്പർ 10 ആണെങ്കിൽ അയാൾക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് ആണ് കിട്ടിയതെന്ന് പറയാം. ദാറ്റ് മീൻസ് 10 ടൈംസ് 10 കിട്ടണം, അല്ലെങ്കിൽ 10 into 10 is equal to 100 പോയിന്റ്സ് ആണ് മാക്സിമം അയാൾക്ക് കിട്ടാവുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാട്ടോ ഈ ചാപ്റ്ററിൽ മക്കൾക്ക് പഠിക്കാനായിട്ടുള്ളത്. പാഠഭാഗവും അതുപോലെ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും ഒക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ 2ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്